നിങ്ങൾ ഈ ഓൺലൈൻ ടാക്സിയിലേക്ക് എങ്ങനെയാണ് ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്? അത് സിമ്പിളാണ് സത്യത്തിൽ. ജസ്റ്റ് ഞാൻ ഓഫീസിലൊന്നും പോയിട്ടില്ല. ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ജസ്റ്റ് നമ്മുടെ ടാക്സ് അടച്ച പേപ്പറും വണ്ടിയുടെ RC പിന്നെ ഇപ്പോൾ PCC ചോദിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈസൻസും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 24 മണിക്കൂറിനുള്ളിൽ പരിപാടി. മൈ ഒപ്പീനിയൻ, ഈ യൂബർ ചെയ്യണം മുമ്പ് യുവർ കാർ ഷുഡ് ബി എ ടാക്സി കാർ. കേരള പെർമിറ്റ് ആയിരിക്കണം. ഓൾ കേരള പെർമിറ്റ് ആയിരിക്കണം. കേരളത്തിൽ എവിടെയുള്ള വണ്ടി എവിടെയാണെങ്കിൽ കേരള പെർമിറ്റ് ആയിരിക്കണം. ടാക്സി പെർമിറ്റ് അല്ലാതെ ആ വണ്ടി ഓടാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ടാക്സി പ്ലസ് GPS ആയിരിക്കണം. GPS വേണം, അത്യാവശ്യമാണ്. സ്പീഡ് ഗവർണർ അത്യാവശ്യം. അത് ഏത് ടാക്സി ആണെങ്കിൽ അത് അത്യാവശ്യമാണ്. അത് മാത്രമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂബർ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. യൂബർ ആണെങ്കിൽ 8 years ഓൾഡ് വെഹിക്കിൾ മാത്രം അവർ അറ്റാച്ച് ചെയ്യുള്ളൂ. 8 years ഓൾഡ്, ഇപ്പോൾ 9 years ഓൾഡ് വെഹിക്കിൾ ആണെങ്കിൽ അവർ അറ്റാച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഏത് വണ്ടിയും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ മാക്സിമം അറ്റാച്ച് ചെയ്യണ വാഗണാർ, ഡിസയർ, എർട്ടിക്ക പറഞ്ഞാൽ ഈസിലി മെയിൻറ്റബിൾ വെഹിക്കിൾസ് ആണ്. അപ്പോൾ അതാണ് കാരണങ്ങൾ. ഏറ്റവും കൂടുതൽ വാഗണാർ, ഡിസയർ, എർട്ടിക്ക മാത്രമേ കാണുള്ളൂ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ആപ്പ് ഓണാക്കി ഓടാം. അപ്പോൾ ഓഫീസിൽ പോവുക, വേറെ പരിപാടികൾ അങ്ങനെ ഒന്നുമില്ല. ചില കേസുകളുണ്ട്. അതായത് ഇപ്പോൾ ചെറിയൊരു കേസ്, പോലീസ് കേസൊക്കെ വന്നിട്ടുള്ള ഒരാൾ പേരിലൊക്കെ അത് ഇഷ്യൂ വരുന്നുണ്ട് അല്ലെ. ഞാനിപ്പോ ഈ ഒരു വീഡിയോസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എക്സ്പീരിയൻസ്. നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിലല്ലേ? റൈഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത്? കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്, കസ്റ്റമർ എക്സ്പീരിയൻസ്. പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണല്ലോ കയറുന്നത്. ദൈവമേ കാത്തുള്ളണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കണല്ലോ. എന്താണ് പുറകിൽ നിന്ന് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതൊരു നല്ലൊരു ഇതായതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തതാണ് റൈഡർ തന്നെ ഒരു സംഭവം.